ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല രുചികരമായ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ചേമ്പ് കൊണ്ടാണ് ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചേമ്പ് കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമുള്ളത്രയും ചേമ്പെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. വലുതാണെങ്കിൽ 1 അല്ലി ചേർത്താൽ മതി, ചെറുതായതുകൊണ്ട് 2 അല്ലി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾക്ക് ആവശ്യമുള്ളത്ര ഉപ്പ്, വേവാൻ ആവശ്യമുള്ളത്ര വെള്ളം, ഇത്രയും ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചേമ്പ് കഷ്ണങ്ങൾ വെന്ത് ഉടഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, അത്രയേ വേണ്ടൂ. ഈ സ്പൂൺ കൊണ്ടൊന്നിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ അതൊന്നിങ്ങനെ മുറിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതാണ് പാകം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് കുറച്ച് ചുവന്നുള്ളി നന്നാക്കി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചതച്ച ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം, എന്നാലും ഇത് ചേർക്കുന്നത് രുചി കൂട്ടാൻ നല്ലതാണ്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് ചേർക്കുകയാണെങ്കിൽ മുളക് പൊടി ചേർക്കുന്നത് ഒഴിവാക്കാം. പക്ഷേ മുളക് പൊടി ചേർക്കുമ്പോൾ ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. മുളക് പൊടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കറിവേപ്പില ഒന്ന് ഫ്രൈ ആവണം. ഇനി ഇതിലേക്ക് വേവിച്ച ചേമ്പ് ചേർത്ത് കൊടുക്കാം. ചേമ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചേമ്പിൽ ഈ മുളകും ഉള്ളിയും എല്ലാം നന്നായിട്ട് പിടിക്കണം. അതുവരെ സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വറ്റിച്ചെടുക്കുക. സ്റ്റൗ സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ആ ചേമ്പ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മസാലയിൽ നന്നായിട്ട് പിടിക്കും. നന്നായിട്ട് പിടിക്കുന്നതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് ഇങ്ങനെ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ചേമ്പ് ഇതുപോലെ നന്നായിട്ട് ഈ ഉള്ളി മുളകിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രേ വേണ്ടൂ. രുചികരമായ ചേമ്പ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചേമ്പ് കൊണ്ട് ഇങ്ങനെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതീവ രുചികരമായ, ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന നല്ലൊരു മെഴുക്ക് പുരട്ടിയാണിത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.